ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് എത്രമാത്രം മിസ് ചെയ്യുന്നു, അവർക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു, അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നറിയാം. ഓക്കെ, അവർക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു, ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ചില വ്യക്തികളുടെ ഒരു ഇന്റർഫിയറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ അത്രയധികം സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം. ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ആ ഒരു തടസ്സങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള മെമ്മറീസ് അവർക്ക് അത്രയും വിലപ്പെട്ട ഒരു നിധിയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോ നിമിഷവും അവർ നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ന്യൂ ബിഗിനിങ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ആണ് ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ നല്ല രീതിയിൽ പോകുന്ന തരത്തിലുള്ള ഒരു സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പായിട്ട് മാറണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് എനർജീസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വ്യക്തമാകുന്നത്. വളരെ കുറച്ചു പേർക്ക് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാനായിട്ടുള്ള ഒരു ചാൻസസും കാണുന്നുണ്ട്. അപ്പൊ ആ വ്യക്തി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്, നിങ്ങളിലേക്ക് വരുന്നതിലുള്ള ആ ഒരു സന്തോഷത്തിലാണ് ആ വ്യക്തി ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വ്യക്തി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു പോസിബിലിറ്റി ഈ വ്യക്തി കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അധികമായിട്ട് സന്തോഷിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് നേരിട്ട് വരാനുള്ള ഒരു സാധ്യത അവർ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വ്യക്തി നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കാണുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു സമയങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തിട്ട് ഓർത്തുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ഇത്രയും നാളും നിങ്ങളോട് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളുടെ പ്രണയം എത്രത്തോളമാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ് കൊടുത്തിരുന്നതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സെപ്പറേഷൻ ടൈം വന്നപ്പോഴേക്കും ആ വ്യക്തി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്രയും അവർക്കൊരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ. അപ്പോൾ ഈ ഒരു സെപ്പറേഷനിലായി പോയപ്പോൾ ഇപ്പോൾ അത് അവരെ വളരെയധികം ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അവർക്ക് ചെയ്തു പോയ ആ ഒരു തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റുകൊണ്ടായിരിക്കാം സെപ്പറേഷൻ ഉണ്ടായത്. ചിലപ്പോൾ അവരുടെ ഒരു വാക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തു പോയ ഒരു അവഗണന പ്രവൃത്തിയോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയത് ആ ഒരു കാരണമായിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഒരു ലോസ് ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ,
അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് തവണ അവര് പരാജയപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ. അപ്പൊ നിങ്ങളിലേക്ക് വരാനുള്ള ഒത്തിരി അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അവർ പലതവണ പരാജയപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് വീണ്ടും വീണ്ടും നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. പക്ഷെ എങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് അവർ. അത്രയും അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അത്രയും ഒരു ആഴത്തിലുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങളെ കാണാനായിട്ട്, അത്രയും തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എഗെയിൻ ആ വ്യക്തി ഒരു സ്ട്രോങ് ഡിസിഷൻ തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് അതെല്ലാം ഒപ്പോസ് ചെയ്യാനുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും തീവ്രമായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇവര് നിങ്ങളുടെ ഒരു ഫീലിങ്സോ സ്നേഹമോ കെയറിങ്ങോ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും അത്ര ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങളോട് അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കണം. ഇപ്പൊ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുടെ കൂടെ ആയിരിക്കണം, നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കണം, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ എത്രത്തോളമാണ് ഈ വ്യക്തിയെ മിസ് ചെയ്യുന്നത്, അതിന്റെ 100 മടങ്ങായിട്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര സ്നേഹം നൽകിയിരുന്നോ അതിന്റെ ഒരു ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് തിരികെ നൽകണം. നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നീ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അത്രയും ഒരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്നും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ കൂടി ഒന്ന് നോക്കാം. കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളെ കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ. ഓക്കെ, ഒരു കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെ കുറച്ച് കാർഡുകളാണ്, ഒരു 4 കാർഡ്സ് ആണ് നമ്മൾ എടുക്കുന്നുള്ളൂ, ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളായിരിക്കാം, എങ്കിലും നിങ്ങളുമായിട്ട് ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്പിരിച്വൽ ഫീലിങ്സ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. മേ ബി അത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും, നിങ്ങളും ചിലപ്പോഴൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ എപ്പോഴും അവരോടാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾ അങ്ങനെ അറിയുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുവാണ്, അയ്യോ ഈ പേഴ്സൺ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നുകയും നിങ്ങൾ ആ ഒരു കോമൺ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും വിളിച്ചിട്ട്, നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ആളെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, ആ വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒരു ഹോസ്പിറ്റലൈസ്ഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓക്കെ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി എന്ന് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ, ഇതൊരു എക്സാമ്പിൾ ആണ്, അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഒരു എക്സ്പീരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നതും അത് തന്നെയാണ്. അതായത് ലൈഫിൽ ഒത്തിരി ഒരു നെഗറ്റിവിറ്റീസ് ഉള്ള സാഹചര്യങ്ങൾ പോലും മറ്റൊരു കാരണങ്ങളാലും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് തയ്യാറില്ല എന്ന് ഈ ഒരു വ്യക്തി പറയുകയാണ്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഒരു പ്രീഷ്യസ് ആണ് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾ എന്നത് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിലെ എല്ലാമാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം അവർക്ക് ലഭിക്കും, നിങ്ങൾ ഒരു പോസിറ്റീവ് വൈബാണ് എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. എല്ലായ്പ്പോഴും അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് കാർഡിൽ ഒരു മിറാക്കിൾ സംഭവിക്കും, ഒരു അത്ഭുതം സംഭവിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്നും ഒരു റീബർത്ത് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ മനസ്സിൽ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് വളരെയധികം പോസിബിലിറ്റി ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും
ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ കാര്യം ലൈഫിൽ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നൊരു എനർജി. അതുകൊണ്ട് ഈ ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്കൊരു കിട്ടുന്ന ഒരു എനർജീസിലെല്ലാം വരുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഇതൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഐ ഫീൽ എംറ്റി വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർ വെറും വട്ടപൂജ്യമാണ്, സീറോ ആണ്, എംറ്റി ആണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, ഗീവ് മീ സം ലവ്, ഐ ആം സോറി. ഓക്കെ, കുറച്ച് സ്നേഹം അവർക്ക് കൊടുക്കൂ എന്നാണ് അവർ ചോദിക്കുന്നത്. ഐ ആം സോറി എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, യു ആർ മൈ ഹാപ്പിനെസ്. നിങ്ങളാണ് എൻ്റെ സന്തോഷം എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. നിങ്ങൾ തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഉള്ളത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. വീണ്ടും വീണ്ടും അവർ നിങ്ങളോട് സോറി ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത്. എന്നോട് ക്ഷമിക്കണമേ എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് അത് തന്നെയാണ്, ക്ഷമിക്കാനായിട്ട് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് അവർ പറയുന്നു. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഞാൻ ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ നീയുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് തരുന്ന ക്ലൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ ആണ്. ഓക്കെ, വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്ന മറ്റൊരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 4, ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ പി കിട്ടുന്നുണ്ട്, ലെറ്റർ ഇസഡ് കിട്ടുന്നുണ്ട്. സിംഗിങ്, നിങ്ങളുടെ പേഴ്സൺ ഒരു പാട്ട് പാടുന്ന ആളായിരിക്കാം. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1979 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലെറ്റർ വൈ, ഷോർട്ട് ഹെയർ. 36 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. എൻകറേജസ് യു. ഓക്കെ, ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ. ഓക്കെ, ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. മെസ്സി ഹെയർ സ്റ്റൈൽ ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. കൈൻഡ്നെസ് ഉള്ള വ്യക്തിയായിരിക്കാം. പേഷ്യൻസ്. നമ്പർ 5, റൈഡർ എന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനലി കിട്ടുന്ന ഒരു ക്ലൂ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.